ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദീപാസ് കിച്ചൺ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുകയാണേ. പിന്നെ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നതേ ഗോതമ്പ് പൊടി കൊണ്ട് പഴംപൊരി ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണേ. അതെങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. പഴംപൊരി റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്ന 3 നേന്ത്രപ്പഴമാണേ. ഇതേപോലെ പഴുത്ത നേന്ത്രപ്പഴം വേണം എടുക്കാൻ. കുറെ കൂടെ ബ്ലാക്ക് കളർ ആയാൽ ഒന്നുകൂടെ നമ്മുടെ പഴംപൊരിക്ക് ടേസ്റ്റ് കിട്ടുന്നതാണേ. ഇനി ഇത് 3ഉം കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാവേ. ഞാനിപ്പോൾ ഇതേപോലെയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. 250 ഗ്രാം ഗോതമ്പ് പൊടി, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന 2 ടീസ്പൂൺ എള്ളാണ്. കറുത്ത എള്ളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ പഴംപൊരിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും എള്ളിട്ടാൽ. അതിന് വേണ്ടിയിട്ടാണ് എള്ള് ചേർത്ത് കൊടുത്തത്. 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മുടെ പഴംപൊരിക്ക് ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗോതമ്പ് പൊടിയിലാണ് ഇന്ന് നമ്മൾ പഴംപൊരി തയ്യാറാക്കുന്നത്. അരിപ്പൊടി ഇട്ടേക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ ഇതേപോലെ നമുക്ക് കിട്ടണേ. എനിക്കിവിടെ 1.5 ഗ്ലാസ് വെള്ളത്തിലാണ് ഞാനിത് മിക്സ് ചെയ്തെടുത്തേക്കുന്നത്. ഇതേപോലെ നമുക്ക് കിട്ടണം. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ്. പതിനഞ്ച് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഴംപൊരി ഒന്ന് പൊള്ളിച്ചെടുക്കാം. കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. അതൊന്ന് ചൂടായോ എന്ന് നമുക്ക് നോക്കാവേ. ചൂടായി കിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാവേ. മീഡിയം ഫ്ലെയിമിലാണ് ഞാനിത് വെച്ചേക്കുന്നത്. അതേ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ. കുറച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ എണ്ണ പിടിക്കുക നമ്മുടെ പഴംപൊരിയിൽ. നോക്കൂ ഫ്രണ്ട്സ്, നമ്മുടെ പൂരിയൊക്കെ പൊള്ളിച്ചെടുക്കുമ്പോൾ പൊന്തി വരില്ലേ, അതുപോലൊക്കെ വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴംപൊരിയാണേ. എല്ലാവരും എപ്പോഴും തയ്യാറാക്കുമ്പോൾ മൈദ വെച്ചിട്ടല്ലേ തയ്യാറാക്കുന്നേ. നിങ്ങളൊരു വെറൈറ്റി ആയിട്ട് ഗോതമ്പ് വെച്ചിട്ടൊന്ന് തയ്യാറാക്കി നോക്കണേ. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് ഗോതമ്പിൻ്റെ ആ ടേസ്റ്റ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പഴംപൊരി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. കട്ട് ചെയ്ത നേന്ത്രപ്പഴമെല്ലാം ഞാൻ ഇതേപോലെ നമ്മുടെ ബാറ്ററിൽ ഇട്ട് കൊടുക്കുക. ഈസി ആയിട്ട് വറുത്ത് കോരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി അടുത്ത റൗണ്ടും കൂടി ഇട്ട് കൊടുക്കാവേ. ഇനി ഇതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാവേ. നല്ല ക്രിസ്പി ആയിട്ടാണ് ഫ്രണ്ട്സ് നമുക്കിത് കിട്ടിയേക്കുന്നത്. സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾ?
ഫ്രണ്ട്സ്, ഇതുവരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.